ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 31 ദൈവമാതാവ് വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്നു. ഗബ്രിയേൽ ദൈവദൂതൻ തനിക്കു നൽകിയ മംഗള സന്ദേശത്തിൽ നിന്ന് കന്യകാമറിയത്തിന് മനസ്സിലായി തൻ്റെ സഹോദരി എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്നെന്ന്. തനിക്ക് ലഭിച്ചിട്ടുള്ള അത്യുന്നത സ്ഥാനം മറന്ന് സഹോദരിയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി മറിയം വനപ്രദേശത്തേക്ക് അതിവേഗം പുറപ്പെട്ടു. ദൈവമാതാവും ഗർഭസ്ഥനായ ദൈവപുത്രനും കൂടി ആദ്യം സന്ദർശിച്ച ഭവനം എത്ര അനുഗ്രഹീതമായി! മറിയത്തിൻ്റെ അഭിവാദനം ശ്രവിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. എലിസബത്ത് ഉടനെ വിളിച്ചു പറഞ്ഞു, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്കെങ്ങനെ യോഗ്യത ഉണ്ടായി? ഇതാ അങ്ങേ അഭിവാദനത്തിൻ്റെ സ്വരം എൻ്റെ കർണപുടങ്ങളിൽ എത്തിയപ്പോൾ ഉടനെ ഗർഭസ്ഥ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് അങ്ങയോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച അങ്ങ് അനുഗ്രഹീതയാണ്. അപ്പോൾ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ അരൂപി രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന സ്തോത്രഗീതം ആലപിച്ചു. ദൈവമാതാവേ, ഞങ്ങൾക്കു വേണ്ടിയും സുതനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.